യൂട്യൂബ് ചാനൽ. ഈയിടെയായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള മണി ബോക്സ് നിങ്ങൾക്ക് അറിയില്ലേ? അതൊന്നും നമ്മൾ വാങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റാണ് കേട്ടോ ഹൈലൈറ്റ്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് അത്രയും പൈസ ഉണ്ടാവണമെന്നില്ല. ഇത് ഇത്രയും പൈസക്കൊക്കെ വേർത്താണോ? ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയാൽ ഇത്രയും റേറ്റ് ആണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ ഇട്ടാത് മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മനെ കയ്യും കാലും ഒടിച്ചു. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളെന്താക്കണം? നമ്മളുണ്ടാക്കണടോ അങ്ങനെ വിട്ടെടുത്താൽ ശരിയാവുമോ? ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പെട്ടി വേണം. ഇനി പെട്ടിയില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡൊക്കെ മുറിച്ചൊരു പെട്ടി ഉണ്ടാക്കണോ. ഞാൻ അവിടെ ഒരു ചെറിയ പെട്ടിയാട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതെടുക്കാം. ഒക്കെ നിങ്ങളെ ഇഷ്ടം, എല്ലാം ഞങ്ങൾക്ക് കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പെട്ടിക്ക് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തലങ്ങും വിലങ്ങും സെലോട്ടെ പൊട്ടിച്ചെടുക്കണം. ഇനി അഥവാ അറ്റാൻ പണിയെല്ലാം കഴിഞ്ഞിട്ട് പെട്ടിട്ട് എഴുതി വീഴ തീർന്നില്ല കാര്യം. അപ്പം ഞാൻ അടിയിലൊന്ന് സെലോട്ടെ പൊട്ടിച്ചെടുത്തു. പിന്നെ ഈ അടപ്പിൻ്റെ ഭാഗത്തും ഒന്ന് സെലോട്ടെ പൊട്ടിച്ചെടുത്തു. അത്രയുള്ളൂ. ഇനി നമുക്ക് ഇതിനൊരു വെള്ളക്കുപ്പായം ഇട്ടെടുക്കാം. എൻ്റെ ഇപ്പോൾ വെള്ളക്കുപ്പായം ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വേണേലും എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വെള്ള ഫ്രഷീറ്റ് എടുത്ത് കൂട്ടിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ആ പെട്ടി എടുത്തിട്ട് നടുക്ക് സെൻറ്ററിൽ കൊണ്ടുവച്ച് വെച്ചിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. ഈ പൊതിയണയിൽ ഞാൻ വലിയ ടെക്നിക്കൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ സാധാ ഗിഫ്റ്റൊക്കെ പൊതിയില്ലേ, അതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം സെലോട്ടെ പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് പശ വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് മടക്കി നല്ല പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് സൈഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഞാൻ A4 ഷീറ്റിൽ ചെയ്തതുകൊണ്ട് A4 ഷീറ്റിന് അധികം കട്ടി ഉണ്ടാവില്ലല്ലോ. സൈഡ് മടക്കുന്ന അപ്പുറത്തെ സൈഡ് ആ വൃത്തിയിൽ കാണിച്ചു തരാം. അപ്പോൾ അതാ ഒരു സൈഡ് മടക്കി. അപ്പോൾ നമുക്ക് കുത്തനെ വെക്കുക. എന്നിട്ട് ഒരു സൈഡ് ഉള്ളോട്ട് മടക്കുക, മറ്റേ സൈഡ് ഉള്ളോട്ട് മടക്കുക. അപ്പോൾ ഒരു ത്രികോണാകൃതിയിൽ 2 സൈഡും കിട്ടും. അത് രണ്ടും മടക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് അതൊന്ന് ഉള്ളോട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നേക്കും, പക്ഷെ ഞാൻ അവിടുത്തെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്തോ ചെറിയ പാട്ട് കേൾക്കുന്നുണ്ടല്ലേ? ഞാനും അത് ഇവിടെ അടുത്ത് സ്കൂളിൽ കലോത്സവത്തിൻ്റെ പരിപാടിയുടെ പാട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് പശട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിന് മുന്നിട്ട് ഒരു സ്ക്രിഞ്ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതിന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിൽ കുറേ വ്യൂസൊക്കെ കിട്ടി കിട്ടും. പിന്നെ ഞാൻ ഇട്ടേലും പോകുന്ന ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതാണ്. അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ചാനൽ തുടങ്ങുമ്പോൾ ഒരു 500 ആൾക്കാരൊക്കെ നമുക്ക് വ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ പറഞ്ഞ് ഇതിന് കുപ്പായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനൊരു ഹോൾ ഇടണ്ടേ? അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പെൻസിൽ സ്കെയിൽ എടുക്കുക, ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക, ബ്ലേഡ് എടുക്കുക, മുറിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഈ ബ്ലേഡിനില്ലേ കാണുമ്പോൾ ഷോ മാത്രമേ ഉള്ളൂ, ഒരു മുറിച്ചില്ല. അങ്ങനെ ഫൈനലി അതും കഴിഞ്ഞു. പിന്നെ ഞാനിപ്പം ചെയ്യുന്ന ഈ പണിയില്ലേ, ഞാൻ ഓവർ ക്യൂട്ട്നെസ് ആക്കിയത്, പക്ഷേ അത് ചളായിപ്പോയി. സാരമില്ല. അപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇനി അത് പറിച്ചു കഴിഞ്ഞാൽ അതിലും വൃത്തിയാണ്. എനിക്കറിഞ്ഞല്ല അത് അവിടെ നിൽക്കുന്നത്. ഇനിയാണ് കളിയൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ സാധാ മണി ബോക്സ്, ഇനി ലക്ഷറി മണി ബോക്സാണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം അതിൻ്റെ അളവിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കറിയില്ലേ, അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാം. ആദ്യം നമുക്കൊരു മാർജിനൊക്കെ വരയ്ക്കുക. പിന്നെ നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് വേണ്ടെങ്കിൽ അതൊരു ചെറിയ കള്ളിയിലാക്കി ഇടുക. പിന്നെ അങ്ങനെ കുറേ കള്ളി ഇങ്ങനെ വരയ്ക്കുക, കുറേ സംഖ്യ ഇടുക. ശരിക്കും നമ്മൾ കാണുന്ന ഈ മണി ബോക്സിൽ ഉള്ള നമ്പേഴ്സ് ശരിക്കും നമ്മൾ കാണുന്ന ഒറിജിനൽ മണി ബോക്സിൽ 500, 200, 100 അങ്ങനത്തെ സംഖ്യകളൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ ഇതിൽ 5, 10, 20, 50 അങ്ങനെയൊക്കെ ആണ് എഴുതിയത്. കാരണം അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അതിലേക്ക് വിൽക്കുള്ളൂ. 50 വീണ് അൽഹംദുലില്ലാ അങ്ങനെ പറയാം. 50 കുറച്ച് എഴുതിയിട്ടുള്ളൂ, 5, 10 തോനെ എഴുതിയത്. അതൊക്കെ അതിലേക്ക് വിൽക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ ടോട്ടൽ 995. ഒരു 5 കൂടി എവിടെയെങ്കിലും എഴുതാൻ പറ്റിയില്ലെങ്കിൽ 1000 ആയതിന്. അപ്പം ഞാൻ 1000ൻ്റെ മണി ബോക്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10,000ൻ്റെതോ 1,00,000ൻ്റെ എത്ര വേണമെങ്കിലും ആക്കാം. ഇനിയിപ്പോൾ 100 ഉണ്ടെങ്കിൽ 100 എഴുതിയാൽ മതി. ഇനി അതിൻ്റെ ബാക്കിലൊന്ന് പശിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. ലക്ഷറി മണി ബോക്സ് റെഡി ഇവിടെ. ഇതൊരു തട്ടിക്കൂട്ടാണെങ്കിൽ നമ്മളെപ്പോലത്തോൽക്കൊക്കെ ഇത് മതി. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കണ്ടേ?
സെറ്റാണ് സംഭവം വർക്കിംഗ് ആണിപ്പാ. എന്നാ പിന്നെ ആ ലൈക്ക് കൂടി മിക്കി വേമ്പോയി ഉണ്ടായിക്കോ. പോണേന് മുന്നേ ആ സബ്സ്ക്രൈബ് നിൽക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കേടാ.